Assalamu alaikum. Welcome back to Russia 7 Max. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 12th ചാപ്റ്റർ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് എന്താണ്, അതിന്റെ ടാൻജന്റ്, സെക്ടർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഫിഗറിന്റെ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സസൈസിലേക്കാണ് പോകുന്നത്. 12.1 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? The radii of two circles are 19 cm and 9 cm respectively. ഓക്കെ, അതായത് രണ്ട് സർക്കിൾസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് സർക്കിൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ആ രണ്ട് സർക്കിൾസിനെ ഒന്നുകിൽ ഫസ്റ്റ് സർക്കിൾ അല്ലെങ്കിൽ സെക്കൻഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സർക്കിൾ ആൻഡ് സെക്കൻഡ് സർക്കിൾ. ഓക്കെ, രണ്ട് സർക്കിൾ ഉണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് the radii of two circles are 19 cm and 9 cm respectively. അപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ റേഡിയസ് ഇപ്പൊ ഇതിന് R1 is equal to 19 cm എന്നും R2 is equal to 9 cm എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: find the radius of the circle which has circumference equal to the sum of the circumference of the two circles. നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ള രണ്ട് സർക്കിൾസ് ഉണ്ടല്ലോ. ഈ രണ്ട് സർക്കിൾസിന്റെയും സർക്കംഫറൻസ് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ സർക്കംഫറൻസ് ആയിട്ട് വരുന്ന മറ്റൊരു സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു സർക്കിളും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ തേർഡ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിന്റെ റേഡിയസ് നമുക്ക് അറിയാമോ? അറിയത്തില്ല. ഞാൻ അതിനെ ക്യാപിറ്റൽ R എന്ന് വിളിക്കുകയാണ്. റേഡിയസ് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഈ രണ്ട് സർക്കിൾസ്, അതായത് 19 സെന്റിമീറ്റർ റേഡിയസും 9 സെന്റിമീറ്റർ റേഡിയസും ഉള്ള ഈ രണ്ട് സർക്കിൾസിന്റെ സർക്കംഫറൻസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഈ മൂന്നാമത്തെ സർക്കിളിന്റെ എന്ത് കിട്ടും? സർക്കംഫറൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ സർക്കംഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സർക്കിളിന്റെ കേസിൽ R എന്ന് പറഞ്ഞാൽ R1 ആയതുകൊണ്ട് C1 is equal to 2πr1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ് സർക്കംഫറൻസ്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഇനി നോക്കേ, 2 അതേപോലെ, പൈയും ഞാൻ അതേപോലെ കൊടുത്തു. R1 എന്ന് പറഞ്ഞാൽ ആരാണ്? 19 ആണ്. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു ഈ പൈയുടെ വാല്യൂ നിങ്ങൾ ഇപ്പോൾ ഒഴിവാക്കാൻ നിൽക്കേണ്ട. ഓക്കെ, 19 into 2 which is equal to 38 പൈ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? സർക്കിളിന്റെ സർക്കംഫറൻസ്, ഈ ഫസ്റ്റ് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സർക്കിളിന്റെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. R2 is equal to 9 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ C2 is equal to 2πr2. ഓക്കെ, which is equal to എങ്ങനെ കിട്ടും? 2 into pi into R2 is equal to 9 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 into 9 is equal to 18 പൈ സെന്റിമീറ്റർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? സെക്കൻഡ് സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് കിട്ടുന്നത്. ഇനി തേർഡ് സർക്കിളിന്റെ സർക്കംഫറൻസിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അതിനെ ക്യാപിറ്റൽ C എന്ന് മാത്രം കൊടുക്കുന്നു. ഇത് C1 ഉം C2 ആണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ എന്തായിരിക്കും? സം ആയിരിക്കും എന്നാ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇതിന്റെ സർക്കംഫറൻസിനെ എനിക്ക് എങ്ങനെ എഴുതാം? C1 plus C2 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, ഈ ഒരു സർക്കംഫറൻസ് ഇതിന്റെ ക്യാപിറ്റൽ R ആണ് എന്റെ റേഡിയസ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? 2π ക്യാപിറ്റൽ R which is equal to C1 plus C2 എന്നാണ്. C1 ന്റെ വാല്യൂ എത്ര കിട്ടി? 38 പൈ. ഓക്കെ, 38 പൈ പ്ലസ് C2 ന്റെ വാല്യൂ എത്ര കിട്ടി? 18 പൈ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 18 പൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 2πr is equal to എത്രയാണ്? 38 plus 18 which is equal to 56. ഓക്കെ, അപ്പൊ 56 പൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് സൈഡിൽ എന്തുണ്ട്? പൈ ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയി പോയി. നമുക്ക് പിന്നെ ആരെ കിട്ടും? 2r is equal to എത്രയെന്ന് കിട്ടും? 56 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ r is equal to എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 56 divided by 2 which is equal to എത്രയാണ്? 28 സെന്റിമീറ്റർ ആണ് നമുക്ക് എത്രയായിട്ട് കിട്ടുന്നത്? ഈ മൂന്നാമത്തെ സർക്കിൾ, അതായത് ആദ്യത്തെ 9 സെന്റിമീറ്ററും 19 സെന്റിമീറ്ററും റേഡിയസ് ഉള്ള രണ്ട് സർക്കിളുകളുടെ സർക്കംഫറൻസ് തമ്മിൽ ചേർന്നാൽ കിട്ടുന്ന ആ ഒരു വാല്യൂ സർക്കംഫറൻസ് ആയിട്ട് വരുന്ന സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 28 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, so students, we are moving to the second question of our exercise 12.1. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? നേരത്തെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ സർക്കംഫറൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: the radii of two circles are 8 cm and 6 cm respectively. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സർക്കിൾസ് ഉണ്ട് ആണല്ലോ. അപ്പൊ ഞാൻ അതിനെ ഫസ്റ്റ് സർക്കിൾ ആൻഡ് സെക്കൻഡ് സർക്കിൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ പറയുന്നത് എങ്ങനെയാണ്? the radii of two circles are 8 cm and 6 cm. സോ ഇതിന്റെ ഞാൻ R1
is equal to 8 cm എന്നും ഇതിന്റെ R2 is equal to 6 cm എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിങ്ങനെയാണ്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഹാവിംഗ് ഏരിയ ഈക്വൽ ടു ദി സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ടു സർക്കിൾസ്. അതായത് ഈ രണ്ട് റേഡിയസുകൾ വരുന്ന ഈ രണ്ട് സർക്കിൾസിന്റെ ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏരിയ ആയിട്ട് വരുന്ന സർക്കിളിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത് ആരുണ്ട്? മൂന്നാമത് മറ്റൊരു സർക്കിൾ കൂടെ ഉണ്ട്, അതിന്റെ റേഡിയസ് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഫസ്റ്റ് സർക്കിളിന്റെ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏരിയയുടെ സമ്മാണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ഏരിയ കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ ഞാൻ നോക്കിക്കേ, ഞാനിത് ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസിന് പകരം R1 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പൈ R1 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു, ഈ സ്ക്വയർ പൈക്ക് ബാധകമല്ല, R1 മാത്രമാണ് ബാധകം. സോ നമ്മൾ R1 സ്ക്വയർ, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. ഓക്കെ, അപ്പൊ 64 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? A1 വാല്യൂ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സർക്കിൾ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി സർക്കിൾ ഹാവിംഗ് റേഡിയസ് 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് സർക്കിളിനെ സംബന്ധിച്ച് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നു. A2 which is equal to A2 which is equal to pi R2 square. Okay, which is equal to pi യുടെ വാല്യൂ അങ്ങനെ കൊടുക്കുക, സ്ക്വയർ ബാധകം R2 ന് മാത്രമാണ്. സോ R6 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. അപ്പൊ നമുക്ക് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 36 പൈ സെന്റിമീറ്റർ സ്ക്വയർ. കാരണം എന്താണ്? ഏരിയ എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ യൂണിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ A. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് സർക്കിളിന്റെ ഏരിയയുടെ സമ്മാണ് എന്നാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A1 പ്ലസ് A2 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. അപ്പോ ക്യാപിറ്റൽ ആർ റേഡിയസ് ആയിട്ട് വരുന്ന ഈ മൂന്നാമത്തെ സർക്കിളിന്റെ ഏരിയ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പൈ capital R square which is equal to A1 plus A2. A1 is equal to 64 pi. Okay, 64 pi plus A2 is equal to 36 pi. Okay, 36 pi എന്നാണ് കിട്ടുന്നത്. That is, now ആലോചിക്കുക, pi R square is equal to 64 pi plus 36 pi. എത്രയാണ്? 100 pi. Okay, 100 pi എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇവിടെ നോക്കുക, രണ്ട് സൈഡിലും പൈ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയിപ്പോയി. That is, R square is equal to 100 എന്നാണ് നമുക്ക് കിട്ടുന്നത്. That means R is equal to square root of, okay, square root of 100 which is equal to plus or minus 10. അപ്പൊ നമുക്കിത് റേഡിയസ് ആണ്, റേഡിയസ് നമ്മൾ ഒരു ഡിസ്റ്റൻസ് അളവാണ്, ഒരിക്കലും അതിനെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ആരെ മാത്രം എടുക്കാം? പ്ലസ് 10 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും റേഡിയസ് ഉള്ള രണ്ട് സർക്കിളുകളുടെ ഏരിയ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏരിയ ആയിട്ട് വരുന്ന ഒരു ഒറ്റ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, so students, we are moving to the third question of our exercise 12.1. question പറയുന്നത് ഇങ്ങനെയാണ്, അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു ആക്രി ടാർഗറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോർ അറിയാൻ വേണ്ടിയിട്ടായിട്ടുള്ള ആ ഒരു ടാർഗറ്റിംഗ് ബോർഡ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു കളേഴ്സ് എന്ന് പറയുന്നത് ഗോൾഡ്, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ഈ രീതിയിലാണ് നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ് സെന്ററിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ ഗോൾഡൻ റീജിയൻ എന്ന് പറയുന്നത് എന്തിനകത്താണ് ഉൾപ്പെടുന്നത്? ഒരു സർക്കിളിന്റെ അകത്താണ് ഉൾപ്പെടുന്നത്. അതേപോലെ റെഡ് റീജിയൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു സർക്കുലർ സർഫസിന് അകത്തായിട്ടാണ് വരുന്നത്. അപ്പൊ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഫസ്റ്റ് സർക്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ ഗോൾഡ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനെ സെക്കൻഡ് സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതില് റെഡ് മാത്രമല്ല, വേറെ ആരും കൂടെ ഉൾപ്പെടും. ഈ ഗോൾഡും കൂടെ ചേരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു ഫുൾ സർക്കിൾ ആയിട്ട് മാറുന്നത് ആണല്ലോ. കാരണം നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഇതിന്റെ അത് ഗോൾഡിന്റെ റീജിയൻ ഉൾപ്പെടും, റെഡിന്റെ റീജിയൻ ഉൾപ്പെടും. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഈ ബ്ലൂ റീജിയൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ, ബ്ലൂ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? നമ്മള് ബ്ലൂ റീജിയൻ മാത്രമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബ്ലൂ റീജിയൻ ഉൾപ്പെടുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ബാക്കിയുള്ള കളേഴ്സിന്റെ ഏരിയ റീജിയൻ നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെയാണ്? The diameter of the region representing the gold score is 21 centimeter. ഈ ഒരു ഗോൾഡൻ റീജിയൻ ഉണ്ടല്ലോ, ഈ ഗോൾഡൻ റീജിയന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഗോൾഡൻ റീജിയന്റെ അതേപോലെ എഴുതിയാണ്.
ഗോൾഡ്. കാരണം അതിൻ്റെ അകത്ത് ഇനി വേറെ കളേഴ്സ് ഒന്നും വരുന്നില്ല. അത് നമുക്കൊരു സർക്കിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗോൾഡ് റീജിയന്റെ നമുക്ക് എത്രയാണ്? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2r. ഓക്കെ, ഇസ് ഈക്വൽ ടു 21 എന്ന് തന്നിരിക്കും. ദാറ്റ് മീൻസ് റേഡിയസ് ഇസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ എത്രയാണ്? 10.5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഈച്ച് ഓഫ് ദി അതർ ബാൻഡ് ഇസ് 10.5 മീറ്റർ വൈഡ്. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ ബാൻഡ്സിന്റെയും എന്താണ് വിഡ്ത് എന്ന് പറയുന്നത് 10.5 മീറ്റർ ആണ്. അതായത് ഇപ്പൊ രണ്ടാമത്തെ ബാൻഡ് ആയ റെഡ് ബാൻഡിനെ ഞാൻ കൺസിഡർ ചെയ്താൽ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 10.5 ആയിരിക്കും ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് സെന്റർ ഇതായിട്ട് കൺസിഡർ ചെയ്താൽ ആ ഒരു റെഡ് റീജിയൻ ഉൾപ്പെടുന്ന ആ ഒരു സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? നമ്മൾ ഈ ഗോൾഡ് റീജിയന്റെ സർക്കിളും കൂടെ കൂട്ടണം, സർക്കിളിന്റെ റേഡിയസും കൂടെ കൂട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് റെഡ് റീജിയന്റെ കിട്ടത്തുള്ളൂ ആണല്ലോ. അപ്പൊ ഞാൻ ഇനി മുതൽ കളേഴ്സിൽ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ റെഡ് മാത്രം എന്ന് എഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എന്താണ്? റെഡിന്റെ മാത്രമാണ് ഇതിൽ വരുന്നത് അല്ല, റെഡ് എന്ന് പറയുന്നത് ഗോൾഡും കൂടെ ഉൾപ്പെടുന്ന ഒരു സർക്കിൾ ആയിട്ടാണ് വരുന്നത്. സോ ഞാൻ അതിന് എന്തെന്ന് ചെയ്യുന്നു? സെക്കൻഡ് സർക്കിൾ എന്നാണ് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ഫസ്റ്റ് സർക്കിൾ എന്നോ ഗോൾഡ് എന്നോ കൊടുക്കാം, കാരണം അതിന്റെ അകത്ത് വേറെ സർക്കിൾസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് സെക്കൻഡ് സർക്കിൾ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ സെക്കൻഡ് സർക്കിളിനെ സംബന്ധിച്ച് നമുക്കതിന്റെ റേഡിയസ്, ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനെ R1 എന്നും ഇതിനെ R2 എന്ന് പറഞ്ഞു കൊടുത്താൽ, ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്ക് പറഞ്ഞത്? റേഡിയസ് ആരൊക്കെ ചേരും? ഈ ഗോൾഡ് സർക്കിളിന്റെ റേഡിയസിന്റെ കൂടെ ഇതിന്റെ വിട്ടായ 10.5 കൂടെ ചേരും ആണല്ലോ. അപ്പൊ ഗോൾഡൻ റീജിയന്റെ റേഡിയസ് എത്രയാണ്? 10.5 സെന്റിമീറ്റർ. 10.5 സെന്റിമീറ്റർ പ്ലസ് 10.5 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 21 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ആരുണ്ട്? നമ്മുടെ തേർഡ് റീജിയൻ ഉണ്ട്. ഓക്കെ, അപ്പൊ തേർഡ് സർക്കിൾ, ഓക്കെ, തേർഡ് സർക്കിളിന്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെടും? ഗോൾഡ്, റെഡ്, ബ്ലൂ ആണല്ലോ. ഇവര് മൂന്നുപേരും ഉൾപ്പെടും. അപ്പോഴത്തെ നമുക്ക് എന്തെന്ന് R3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവരുടെ എന്താണ്? ഈ ഒരു ഗോൾഡൻ സർക്കിളിന്റെ കൂടെ ഈ ഒരു വിഡ്ത്ത്, ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യണം? 2 പ്രാവശ്യം കൂട്ടുന്നതായിരിക്കും. അതിന് പകരം നമുക്ക് ഇവിടെ വരെയുള്ളതുണ്ടല്ലോ, ദാറ്റ് ഈസ് 21 സെന്റിമീറ്റർ ഇവിടെ വരുള്ളൂ. അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 10.5 കൂട്ടിയാൽ മതി. അപ്പൊ 21 പ്ലസ് 10.5 എന്ന് പറയുമ്പോൾ 21 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 31. സോ 31.5 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്ത സർക്കിളിലേക്ക് പോകാം. അടുത്ത സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് റീജിയനും കൂടെ ഉൾപ്പെടുന്ന സർക്കിൾ ആണല്ലോ. അപ്പൊ ഫോർത്ത് സർക്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു ആൻഡ് R4 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, R4 ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ അതേ ഐഡിയ, R3 വരെ ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട് ആണല്ലോ. അതിന്റെ കൂടെ ബാൻഡ് വിഡ്ത്തായ 10.5 കൂടെ ആഡ് ചെയ്യുന്നു. സോ 31.5 പ്ലസ് 10.5 ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് 42 ആണ് കിട്ടുന്നത്. ഓക്കെ, 42 സെന്റിമീറ്റർ. ഇതെല്ലാം സെന്റിമീറ്ററിലാണ്. നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത് ബാൻഡ്, ലാസ്റ്റ് ബാൻഡ് ആണ്. ഓക്കെ, ആരാണ്? ഫിഫ്ത് സർക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ വൈറ്റും കൂടെ ഉൾപ്പെടുന്നത്. ഓക്കെ, സർക്കിളിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് R5, ഓക്കെ, R5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 42ന്റെ കൂടെ എന്ത് കൂടെ കൂട്ടണം? നമ്മൾ 10.5 കൂടെ കൂട്ടണം, ദാറ്റ് ഈസ് 52.5. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5 സർക്കിളിന്റെയും എന്ത് കിട്ടി? റേഡിയസ് കിട്ടി. നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ ബാൻഡിന്റെയും എന്താണ്? ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ബാൻഡിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഗോൾഡൻ റീജിയൻ ഈ ഒരു കളറിന്റെ ഏരിയ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു സർക്കിളിന്റെ ഏരിയ തന്നെയാണ് ആണല്ലോ. പക്ഷേ രണ്ടാമത്തെ സർക്കിളായ റെഡ്, ഓക്കെ, റെഡ് ഉൾപ്പെടുന്ന റെഡ് ബാൻഡിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കത് എന്താണ്? R2ന്റെ ടേംസിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താണ്? ഈ ഒരു ഗോൾഡൻ റീജിയന്റെ ഏരിയ അതിൽ നിന്ന് കുറയ്ക്കണം എന്നാൽ മാത്രമേ, അതായത് ടോട്ടൽ ഇത് ഇത്രയും ഉണ്ട്, അതിൽ നിന്നും ഇത്രയും ഭാഗം മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ എന്ത് കിട്ടുകയുള്ളൂ? ഏരിയ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഗോൾഡൻ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു pi R1 square which is equal to എത്രയാണ്? pi R1 is equal to എത്രയാണ്? 10.5 the whole square which is equal to, നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെ 10.5 എങ്ങനെ എഴുതാം? 10 plus 0.5 the whole square എന്ന് എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 10 square plus 0.5 square plus 2 into 10 into 0.5 ഈ രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ അതാണ് 10 square plus 0.5 square plus 2 into 10 into 0.5 ഈ രീതിയിൽ നമ്മൾ എടുത്താൽ 100. ഓക്കെ, പ്ലസ് 0.5 സ്ക്വയർ എന്ന് പറയുന്നത് 0.25 ആണ്. പ്ലസ് 2 into 10 which is equal to 20. 20 into 0.5 which is equal to 10 itself. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 110.25 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് 110.25 പൈ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതേപോലെ നമ്മൾ ഈ ഓരോ റേഡിയസിന്റെയും എന്ത് കണ്ടുപിടിക്കും? ഓരോ സർക്കിളിന്റെയും ഈ ഉള്ള റേഡിയസ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം?
ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ ചെയ്യുന്നതിൽ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഓരോ ബാൻഡിന്റെയും വിഡ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഉൾപ്പെടുന്ന ആ ഒരു ബാൻഡിനെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ അകത്ത് ഉൾപ്പെടുന്ന ബാക്കി സർക്കിളുകളുടെ ഏരിയ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് പകരം ഇപ്പൊ ചെയ്യാൻ പോകുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ സെക്കൻഡ് സർക്കിളിന്റെ ഏരിയ അങ്ങനൊന്നും എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ പോവുകയാണ് റെഡ് ബാൻഡിന്റെ റെഡ് ബാൻഡിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ നോക്കാം, ഇത് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ ദാ ഏരിയ ഓഫ് റെഡ് ബാൻഡ് ഓക്കെ ഈസ് ഈക്വൽ ടു എന്താണ്, ഒന്ന് ആലോചിച്ചോക്കെ, സെക്കൻഡ് സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഫസ്റ്റ് സർക്കിളിന്റെ ഏരിയ കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഏരിയ ഓഫ് റെഡ് ബാൻഡ് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഇതാ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ എഴുതുന്നു πr2² മൈനസ് πr1² വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇങ്ങനെ കോമൺ എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും, r2² മൈനസ് r1² എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. r2² മൈനസ് r1² എന്നുള്ള രീതിയിൽ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു പൈ അതേപോലെ നിൽക്കട്ടെ. r2² r2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 21 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 441. ഓക്കെ, അപ്പൊ 441 മൈനസ് r2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 110.25. ഓക്കെ, ഇസ് ഈക്വൽ ടു 330.75 പൈ എന്നാണ് കിട്ടുന്നത്, പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇനി നമുക്ക് ഈ പൈയുടെ വാല്യൂ കൂടെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 1031. ഓക്കെ, അതായത് 1031.5 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ് ബാൻഡിന്റെ ഏരിയ എങ്ങനെയാണ് കിട്ടിയത്, റെഡ് ബാൻഡ് ഉൾപ്പെടുന്ന ആ ഒരു സർക്കിളിനെ കൺസിഡർ ചെയ്യുന്നു, അതിൽ നിന്നും അകത്തുള്ള സർക്കിൾസിന്റെ എന്തിനെ നമ്മൾ കുറയ്ക്കുന്നു, ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആരാ കണ്ടുപിടിക്കാം, ബ്ലൂ ബാൻഡിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ബ്ലൂ ബാൻഡ്. ഓക്കെ, ഏരിയ ഓഫ് ബ്ലൂ ബാൻഡ് ഈസ് ഈക്വൽ ടു, ഒന്ന് ആലോചിച്ചോക്കെ, ബ്ലൂ ബാൻഡ് ഉൾപ്പെടുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്, R3 ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, πr3² മൈനസ് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഈ രണ്ട് സർക്കിളിന്റെ ഏരിയ കുറയ്ക്കണം. ഓക്കെ, ഈ ഒരു സെക്കൻഡ് സർക്കിളിന്റെ ഏരിയ കുറയ്ക്കണം ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് πr2² എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെ. ഓക്കെ, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1732.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് 1732.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ബ്ലൂ ബാൻഡിന്റെ ഏരിയ കിട്ടുന്നത്. ഇനി നമുക്ക് ആരെ വേണം, ബ്ലാക്ക് ബാൻഡിന്റെ ഏരിയ വേണം ആണല്ലോ. അപ്പൊ ഇതാണ്ട് ഏരിയ ഓഫ് ബ്ലാക്ക് ബാൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്താൽ ആലോചിച്ചോക്കെ, ഈ ബ്ലാക്ക് ബാൻഡ് ഉൾപ്പെടുന്ന ആ ഒരു സർക്കിളിന്റെ പേര്, സർക്കിളിന്റെ റേഡിയസ് എന്താണ് ഒന്ന് ശ്രദ്ധിച്ചേ, R4 ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് πr4² മൈനസ് അതിൽ നിന്ന് ആരെ കുറയ്ക്കാം, R3. ഓക്കെ, അതായത് ബാക്കിയുള്ള കളേഴ്സ് ഉൾപ്പെടുന്ന സർക്കിൾ എന്ന് പറയുമ്പോൾ ആരാണ്, R3 ആണ്, അതായത് തേർഡ് സർക്കിൾ ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് നമ്മൾ R3. സോ നമ്മൾ πr3² വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 2425.5 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ആരും കൂടെ ഉണ്ട്, വൈറ്റ് ബാൻഡും ഉണ്ട്. ഈ ഒരു രീതി അതേപോലെ ഫോളോ ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൈറ്റ് ബാൻഡ് ഉണ്ട്, ഏരിയ ഓഫ് വൈറ്റ് ബാൻഡ്. ഓക്കെ, അപ്പൊ ഈ വൈറ്റ് കളർ ഉൾപ്പെടുന്ന സർക്കിൾ ആരാണ്, ഫിഫ്ത് സർക്കിൾ. സോ നമ്മൾ ആരും കൊടുക്കുന്നു, πr5² മൈനസ് ബാക്കി ഉള്ള കളേഴ്സിനെല്ലാം ഉൾപ്പെടുന്ന സർക്കിൾ ആരാണ്, ഫോർത്ത് സർക്കിൾ ആണല്ലോ. അപ്പൊ നമ്മൾ ആരെ കൊടുക്കുന്നു, πr4². ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത്, 3118.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ച ഇങ്ങനെയാണ്, ഈ ഓരോ ബാൻഡിന്റെയും എന്ത് കണ്ടുപിടിക്കണം, വിഡ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ദാന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ബാൻഡ് ആണ്. അതിന്റെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സർക്കിളിന്റെ തന്നെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 110.25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ബാക്കിയുള്ളതെല്ലാം പൈയുടെ വാല്യൂസ് നമ്മൾ കൊടുത്തതിന് ശേഷം ഉള്ള വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, so students, we are moving to the fourth question of our exercise 12.1. question പറയുന്നത് എങ്ങനെയാണ്, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്, the wheels of a car are of diameter 80 centimeter each. okay, അതായത് ഒരു കാറിന്റെ വീലിന്റെ ഡയമീറ്റർ, അപ്പൊ വീലിന്റെ ഷേപ്പ് നമുക്കറിയാം എന്താണ്, is in the shape of a circle. so അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് പറഞ്ഞിരുന്നു, 80 സെന്റിമീറ്റർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്, how many complete revolutions does each wheel make in 10 minutes when the car is traveling at a speed of 66 km/h. okay, അപ്പൊ നമുക്കൊരു ടൈം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത് ആണല്ലോ. അതേപോലെ ഈ ഒരു കാറിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്പീഡ് ഈക്വൽ എത്രയാണ് തന്നിരിക്കുന്നത്, 66 km/h എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ഓക്കെ, നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് 66 km/h സ്പീഡിൽ പോകുന്ന ഈ ഒരു കാറ് 10 മിനിറ്റിൽ ഓക്കെ എത്ര റെവല്യൂഷൻ, എത്ര റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീല് എത്ര വട്ടം എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ നിന്നും കറങ്ങി ഫുൾ ആയിട്ട് ഒരു പോയിന്റ്, അതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരും. ഫുൾ ഒരു 1 റെവല്യൂഷൻ എത്ര റെവല്യൂഷൻ അങ്ങനെയുള്ള നടക്കും എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ലോജിക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കാം. വീലിന്റെ ഷേപ്പ് എന്താണ്? സർക്കുലർ ഷേപ്പ് ആണ്, ആണല്ലോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു റെവല്യൂഷൻ, ഇപ്പൊ ഞാൻ ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്താൽ ഒരു റെവല്യൂഷൻ അത് കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി തിരിച്ച് ഈ പോയിന്റിൽ തന്നെ എത്തണമെങ്കിൽ എനിക്ക് ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഫുള്ള് കവർ ചെയ്യണം, ആണല്ലോ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കും. 1 റെവല്യൂഷൻ. ഓക്കെ, 1 revolution is equal to എന്താണ്? circumference of circle. Okay, circumference of circle. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. ആ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡിസ്റ്റൻസുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, എന്നിട്ട് വരിക്കുന്ന ഈ 10 മിനിറ്റ് ടൈമിൽ ഇത്ര സ്പീഡിൽ ഓടിയാൽ ഓക്കെ അത് അത്രയും ഡിസ്റ്റൻസ് അത് കവർ ചെയ്യണമെങ്കിൽ എത്ര തവണ എന്ത് ചെയ്യുന്നു ഈ ഒരു വീല് റെവല്യൂഷൻ നടത്തുന്നു എന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇതാണ് ആ കാറ് പോകുന്ന ആ ഒരു വഴി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ ഒരു വീല് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു തവണ ഇതിങ്ങനെ കറങ്ങി വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? സർക്കംഫറൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അത് ആ ഗ്രൗണ്ടിലും കവർ ചെയ്യുന്നത്, ആണല്ലോ. ദാറ്റ് ഈസ് ഇതിങ്ങനെ കറങ്ങി അതിനെന്ത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, കറങ്ങി അതേ പോയിന്റ് തന്നെ വീണ്ടും ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സർക്കംഫറൻസ് ആണ്. അപ്പൊ ഒരു തവണ കറങ്ങുമ്പോൾ ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ഒരു വട്ടം എത്രയാണോ, അതായത് ഒരു റെവല്യൂഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഐഡിയയും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? റേഡിയസിനെ കണ്ടുപിടിക്കാം. റേഡിയസ് ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ when divided by 2 we get 40 സെന്റിമീറ്റർ, ആണല്ലോ. അപ്പോ ഇവിടെ എനിക്ക് ടൈം 10 മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് എനിക്ക് തന്നിരിക്കുന്നത് 66 km/h എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ നോക്കിയപ്പോ എനിക്ക് സെന്റിമീറ്റർ ആണ്, അതേപോലെ മിനിറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ km/h സെന്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 66 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അവർ എന്നാണ്, 1 അവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ എനിക്ക് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 66 കിലോമീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്, ആണല്ലോ. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, ആണല്ലോ. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഒരു കിലോമീറ്റർ 1000 മീറ്റർ, ഒരു മീറ്റർ 100 സെന്റിമീറ്റർ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഈ 1000 ഇൻറ്റു 100 സെന്റിമീറ്റർ ആയിരിക്കും, ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ചോക്കെ, 1 lakh. ഓക്കെ, 1 lakh ആകുമ്പോഴത്തേ നമ്മൾ 5 zeros എന്ന സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 1 lakh സെന്റിമീറ്റർ. കാരണം എന്താണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1000 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇനി 2 സീറോസ് ആണ്. അപ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1 lakh സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയത്, ആണല്ലോ. അപ്പൊ ഇനി നോക്കാം, ഇവിടെ നോക്കിയേ, ഈ ഒരു കിലോമീറ്ററിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? 1 lakh ഇവിടെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് 1 2 3 4 5. ഓക്കെ, ഡിവൈഡഡ് ബൈ ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഓക്കെ, അപ്പൊ 60 ഞാൻ ഇവിടെ കൊടുക്കുന്നു വിച്ച് ഇസ് ഈക്വൽ ടു, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു 6, ഈ ഒരു 0 ആൻഡ് ഈ ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് ആരുണ്ട്? ഇവിടെ 6 ഉണ്ട്. ഈ 66 ക്യാൻസൽ ആയിപ്പോയി, 11 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ബാലൻസ് ഉള്ളത് 11. എത്ര സീറോസ്? 4 zeros. ഓക്കെ, 11 4 zeros ആണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് നമുക്കുള്ളത് എങ്ങനെയാണ്? 1,10,000 ആണ് നമുക്കുള്ളത്. ഓക്കെ, 1,10,000 ആണ് ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കിട്ടും നമുക്ക്? സെന്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് സ്പീഡിനെ ഈ ഒരു ഇതിലേക്ക് മാറ്റാൻ പറ്റി. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം.
അപ്പൊ 10 മിനിറ്റിലുള്ള നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, സ്പീഡും ഉണ്ട് ടൈമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റിൽ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്, സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. അപ്പോഴത്തേക്കും സ്പീഡ് നമുക്ക് എത്ര കിട്ടി, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1,10,000 ആണ്. അപ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കേ, നമ്മൾ 10 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 11 lakhs എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ്. സോ സെന്റിമീറ്റർ നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീല് എന്ത് ചെയ്യുന്നു, ഒരു വട്ടം റെവല്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു വട്ടം അതിന്റെ റെവല്യൂഷൻ നടക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, സർക്കിളിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് ഒരു വട്ടം എത്ര ഇത് ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കവർ ചെയ്യുന്നു, അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ടിലും കവർ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഈ ഒരു സർക്കിൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ചോദിക്കുന്നത്. ഈ ഒരു സർക്കിള് n റെവല്യൂഷൻസ് കവർ ചെയ്യുന്നു, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ n എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, n റെവല്യൂഷൻസ് കവർ ചെയ്യുന്നു. ഒരു വട്ടമുള്ള ഇതിന്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കണം, ഒരു വട്ടമുള്ള ഇതിന്റെ റെവല്യൂഷൻ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കും ആണല്ലോ. നമ്മൾ സർക്കംഫറൻസ് കണ്ടുപിടിച്ചിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഇതാ നോക്കാം, സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്, 2πr ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്, 40 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും, ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ എന്നാണ് എന്ത് കിട്ടുന്നത്, സർക്കംഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എത്ര വട്ടം പോകുന്നത് നമ്മൾ പറഞ്ഞ n ടൈംസ് ആണ് പോകുന്നത്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണ്, 80 പൈ സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൂടെ കൊടുക്കുകയാണ് 80 പൈ സെന്റിമീറ്റർ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഒന്ന് ആലോചിക്കുക. അതായത് n വട്ടം അത് എന്ത് ചെയ്യുന്നു, കറങ്ങുന്നു, ഒരു വട്ടം കറങ്ങുന്ന ഡിസ്റ്റൻസ് ഇത്, അതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കത്തില്ലേ. അതായത് ആ ഒരു കാറ് കവർ ചെയ്യുന്ന 10 മിനിറ്റിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. കാരണം 10 മിനിറ്റിൽ അത് കവർ ചെയ്യുന്ന റെവല്യൂഷൻ n എന്ന് നമ്മൾ എടുത്താൽ, ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 80 പൈ എന്നും എടുത്താൽ, ഓക്കെ, അത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നതാണ്. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസ് എടുക്കുമ്പോൾ 80 പൈ എന്നും എടുത്താൽ 10 മിനിറ്റ് അത് കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കത്തില്ലേ, ആയിരിക്കും. സോ നമുക്ക് അവിടെ എന്തെല്ലാം, 11 lakhs എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും, ഓക്കെ, 11 lakhs. ഓക്കെ, ഡിവൈഡഡ് ബൈ 18 ആണ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് സീറോസ് തമ്മിൽ ക്യാൻസൽ ആയി പോവും. അപ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഇവിടെ ഒരു പൈ ഉണ്ട്. ഓക്കെ, ഈ ഒരു പൈ കൂടെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്, 35,000 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. കാരണം ഈ പൈക്ക് പകരം നമ്മൾ 7/22 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. 35,000 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 4,375 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു കാറിന്റെ വീല് 10 മിനിറ്റിൽ എത്ര വട്ടം റെവല്യൂഷൻ നടത്തും, 4,375 തവണയാണ് ഈ വീല് എന്ത് ചെയ്യുന്നത്, റെവല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, so students, we are moving to the last question of our exercise 12.1. question 5th question ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നതിന് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഇൻ ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ചോയ്സ് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കൊരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഏത് വരുന്നോ, ഓക്കെ, അപ്പൊ അത് വരാനുള്ള കാരണം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇഫ് ദ പെരിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ആർ ന്യൂമറിക്കലി ഈക്വൽ ദെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡാഷ് എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഒരു സർക്കിളിന് നമ്മൾ r എന്ന് പറയുന്ന റേഡിയസ് കൺസിഡർ ചെയ്താൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാണ്, ഇസ് ഇറ്റ് സർക്കംഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കംഫറൻസ് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ സർക്കംഫറൻസിന് നമുക്ക് ഇക്വേഷൻ അറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, r ആണ് റേഡിയസ് എങ്കിൽ 2πr ആയിരിക്കും ആണല്ലോ. പിന്നെ ആ ഒരു ഏരിയ, അതായത് ആ ഒരു സർക്കിളിന്റെ അകത്ത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ്, r എന്ന് പറയുന്ന റേഡിയസ് ആണെങ്കിൽ πr² എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പോ ഈ ഒരു സർക്കംഫറൻസ്, ഒരു സർക്കിളിനെ സംബന്ധിച്ച് അതിന്റെ സർക്കംഫറൻസ് എന്ന ഏരിയയുടെ വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്തൂടെ, 2πr is equal to πr² എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എക്സ്പ്രഷൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ഈ രണ്ട് സൈഡിൽ പൈ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോയി ആണല്ലോ. പിന്നെ എന്താ നോക്കിക്കേ, ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്, അതിൽ നിന്ന് ഒരു r പോയി, ബാക്കി നമുക്ക് r is equal to 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 2 നമുക്ക് സെന്റിമീറ്റർ മീറ്റർ ഒന്നും തരാത്തത് കൊണ്ട് എന്ത് കൊടുക്കുക, 2 യൂണിറ്റ്സ് എന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ ഓപ്ഷനിൽ ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആണ് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് തന്നെ 2 യൂണിറ്റ്സ്, 5 യൂണിറ്റ്സ്, 4 യൂണിറ്റ്സ് ആൻഡ് 7 യൂണിറ്റ്സ്, ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 യൂണിറ്റ്സ് ആണ്, വിച്ച് ഈസ് അവർ ഓപ്ഷൻ എ.